പോലീസിൽ ഇനിയും 20, 30, 10 വർഷം സർവീസുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവരിൽ പലർക്കും ഗുണ്ടാ ബന്ധമുണ്ട്. നമ്മൾ ഈ പോലീസിനകത്ത് നിൽക്കുന്ന ആളാണ്, പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ എന്ത് നടക്കുന്നോ, പോലീസിൽ എന്ത് നടക്കുന്നോ ഞങ്ങളൊക്കെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഒരു DGPക്കും അറിയില്ല. ഇപ്പോൾ നമ്മുടെ അങ്കമാലിയിൽ ഗുണ്ടയുടെ വിരുന്നിൽ DSP പങ്കെടുക്കുകയും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത സംഭവങ്ങളുണ്ട്. അതിന് മുമ്പേ 2 പോലീസുകാർ സസ്പെൻഷനായി. അങ്ങനെ അപ്പോൾ ഈ സംഭവം വന്നപ്പോൾ ഈ 3 ദിവസം കഴിഞ്ഞ് റിട്ടയർ ആയി പോകുന്ന ആളാണ് ഇപ്പോൾ സസ്പെൻഷനായിട്ടുള്ള DSP. അപ്പോൾ അയാൾക്ക് ഇനി പോലീസ് സേനയ്ക്കകത്ത് നിന്നിട്ട് ഒരു സംഭവം ഗുണ്ടകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റില്ല. എന്നാൽ പോലീസിൽ ഇനിയും 20, 30, 10 വർഷം സർവീസുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവരിൽ പലർക്കും ഗുണ്ടാ ബന്ധമുണ്ട്. അവർ ഇനിയും ഈ സർവീസിലിരുന്ന് പോലീസിനകത്തിരുന്നിട്ട് ഗുണ്ടകൾക്കും കള്ളന്മാർക്കും വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ അതിന് തടയിടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊരു ഈ സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കുറിച്ചിരുന്നു. അതായത് ലീവിൽ പോയിരുന്ന സമയത്ത് ശമ്പളം, അതേപോലെ തന്നെ ഇവിടെ ആറന്മുളയിൽ വന്ന് ജോലിക്ക് ജോയിൻ ചെയ്തതിന് ശേഷമുള്ള സാലറി ഇതുവരെ ലഭിച്ചില്ല എന്ന് കാട്ടിയൊരു കുറിപ്പ് എഴുതിയിരുന്നു. ഇതും ഒരു അടിസ്ഥാനമായി എന്ന് കരുതുന്നുണ്ടോ? ആ കുറിപ്പ് പക്ഷേ ഞാൻ ഇന്നാണ് എഴുതിയത്, സാലറിയുടെ ആയിട്ട് ബന്ധപ്പെട്ടത്. ശമ്പളം എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷനിൽ നമ്മുടെ ഒരു അപേക്ഷയായാലും എന്തായാലും നമുക്ക് ഇപ്പോൾ സേവനാവകാശമൊക്കെ ഉള്ളതല്ലേ. ഒരു അപേക്ഷ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ചെയ്യേണ്ടത് നമുക്കൊരു 15 ദിവസം വരെ അവർ പെൻഡിങ് വയ്ക്കുന്നത് കണക്കാക്കാം. എൻ്റെ അപേക്ഷ ഞാൻ അവസാനം അവരെ വിളിക്കുമ്പോൾ 48 ദിവസമായിരുന്നു. ഇപ്പോൾ 55 ദിവസമായി. എന്ത് ചെയ്തെന്ന് അറിയില്ല. 48ാം ദിവസം വിളിക്കുന്നത് വരെ ഒരു സെക്ഷനിൽ നിന്ന് അനങ്ങിയിട്ടില്ല. ആ ക്ലർക്ക് പറയുന്നത് SP അനക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ആ പേപ്പർ പോയി ആ ലീവ് സെറ്റിലായി വന്നാലേ, ലീവിൽ എന്ത് തീരുമാനം അവർക്ക് എടുക്കാം, ലീവ് വേണമെങ്കിൽ കട്ട് ചെയ്യാം, ഒഴിവാക്കാം, ശമ്പളം ഇല്ലാണ്ടാക്കാം, എല്ലാം ചെയ്യാം. എന്നാൽ ആ പേപ്പർ അവിടെ നിന്ന് അനങ്ങിയാലേ എന്തെങ്കിലും പണി നടക്കുള്ളൂ. അപ്പോൾ അത്രയും വെച്ച് നമുക്ക് ശമ്പളം തരാതെ നമ്മളിവിടെ നാട്ടിൽ നിന്ന് വിട്ട് ഇവിടെ ജീവിക്കുന്നതാണ്. നമുക്ക് എല്ലാ ചിലവുകളും നമുക്ക് ഉണ്ട്, നമ്മുടെ അടവുകൾ മുടങ്ങും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള സാഹചര്യത്തിൽ എനിക്കാണെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ട് ഞാൻ സമ്പന്നനാണ്, ബന്ധുക്കളുണ്ട്. അപ്പോൾ നമുക്കൊരു 500 രൂപയോ 100 രൂപയോ കടം ചോദിച്ചാൽ തരാൻ 100 പേരെങ്കിലും ഉണ്ട്. അതില്ലാത്ത 10, 15 സുഹൃത്തുക്കളോട് മാത്രം കടം വാങ്ങാൻ പറ്റുന്ന ഒരു സാധാരണ പോലീസുകാരനാണെങ്കിൽ ഈ ഘട്ടത്തിൽ ആത്മഹത്യയിലേക്കാണ് പോകുന്നത്. നമ്മൾ പോലീസിലെ ആത്മഹത്യയെക്കുറിച്ച് ഒരുപാട് ചർച്ച നടക്കുന്ന സമയമാണല്ലോ. അപ്പോൾ എങ്ങനെ ഒരു പോലീസുകാരനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ ആ പോസ്റ്റ് എഴുതിയത്. ഇപ്പോൾ ഏകദേശം എത്ര നാളത്തെ ശമ്പളം ബാക്കിയുണ്ട് കിട്ടാനായിട്ട്? ശമ്പളം 6 മാസത്തെ പെൻഡിങ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ മാസം കൂടെ ആകുമ്പോൾ 7 മാസത്തെ ഉണ്ട്. 7 മാസത്തെ ശമ്പളം ബാക്കിയുണ്ട്. ഇനി ഇതിലെന്താണ് ഒരു തുടർ നടപടിക്ക്? നമ്മൾ കേസിന് പോവുകയാണോ, എന്താ ചെയ്യാൻ പറ്റുക? സസ്പെൻഷൻ ചെയ്യാം. സസ്പെൻഷൻ്റെ മാത്രമല്ല ഈ ഒരു ശമ്പളം കിട്ടാത്തതിൻ്റെയും എല്ലാം ശമ്പളം ഇനിയിപ്പോൾ അവർക്ക് എഴുതി തരാതെ നിവൃത്തിയില്ല. നമ്മളെ പണിയെടുത്ത പൈസ അവർക്ക് പിടിച്ചു വെക്കാനൊന്നും പറ്റില്ല. ഇതിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഭാവിയിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് പെൻഡിങ് ആക്കിയിട്ട് എന്തെങ്കിലും കാരണവശാൽ ട്രഷറി മുടക്കം വന്നു കഴിഞ്ഞാൽ ഇത് അവിടെ കിടക്കും, അനങ്ങാതിരിക്കും. എഴുതി തരുന്നതന്നെയാണ് വിശ്വാസം. ഈ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യത്തക്ക രീതിയിലുള്ള കാര്യമാണോ ഈ മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതുക എന്ന് പറയുന്നത്? ഇവിടെ ഈ ഇലക്ഷൻ കാരണമായതുകൊണ്ട് തന്നെ പലരെയും ട്രാൻസ്ഫർ ചെയ്യാതെയും പലതരത്തിൽ ഇപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ പോലീസിനെ അപമാനിച്ചിട്ടുള്ള ആൾക്കാരെയും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെയും സസ്പെൻഡ് ചെയ്യാതെയും ട്രാൻസ്ഫർ ചെയ്യാണ്ട് പോലും നിലനിർത്തിയിരിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് പ്രോപ്പർ ചാനലിൽ അയച്ചില്ല എന്നുള്ളത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. രസം മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്തയക്കാതെ തൊട്ട് മേലുദ്യോഗസ്ഥന് കത്തയക്കുകയോ അല്ലെങ്കിൽ അതിന് മേലോട്ടുള്ള ഒരാൾക്ക് കത്തയച്ച് പ്രോപ്പർ ചാനലിലൂടെ എന്തുകൊണ്ടിട്ട് പോയില്ല? പ്രോപ്പർ ചാനൽ അയക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആറന്മുള പോലീസ് സ്റ്റേഷൻ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ കത്ത് എഴുതിയിട്ട് നമ്മുടെ സ്റ്റേഷൻ റൈറ്റർ ഏൽപ്പിക്കുന്നു. അദ്ദേഹം അത് നമ്മുടെ CIയെ കാണിച്ച് CI DSPക്ക് അയച്ച്, DSP SPക്ക് അയച്ച്, അദ്ദേഹം DIGക്ക് അയച്ച്, അങ്ങനെയാണ് അതിൻ്റെ പ്രോപ്പർ ചാനലിൽ പോകുന്നത്. ഈ CI കഞ്ചാവ് പ്രതി ഇറക്കി വിട്ട സംഭവം വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഈ കത്ത് എത്ര മാസം കഴിഞ്ഞാലാണ് മുഖ്യമന്ത്രിക്ക് എത്തുക എന്നുള്ളത് എനിക്ക് യാതൊരു ധാരണയില്ല. ചിലപ്പോൾ എത്താതെ ഇരിക്കാം. പക്ഷേ ഈ ഒരു 2-3 മാസം സമയം എടുത്താൽ തന്നെ ആ സമയത്തിൻ്റെ ഇടയിൽ ഈ ഒരു സംഭവം കൊണ്ട് മാത്രം എന്നെ പലതരത്തിൽ വേട്ടയാടാൻ ഈ പറഞ്ഞ ഇതിനിടയിലുള്ള CI മുതലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കും. അപ്പോൾ മാത്രമല്ല, ഇത് മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തുകയോ ഇതിനൊരു റിസൾട്ട് ഉണ്ടാവുകയോ ചെയ്യില്ല. ആ സാഹചര്യത്തിലാണ് നമ്മൾ നേരിട്ട് അയക്കുന്നത്. അപ്പം ആറന്മുള CI കഞ്ചാവ് പ്രതിനെ ഇറക്കി വിടണമെന്നൊരു ആവശ്യം ഉമേഷ് സാറിന് മുന്നോട്ട് വെച്ചിരുന്നു. അതായത് തലേ ദിവസം അഖിൽ എന്ന് പറഞ്ഞ പോലീസുകാരൻ തമിഴ്നാട് ബോർഡറിൽ പോയിട്ട് കൊണ്ടുവന്നൊരു പ്രതിയാണ്, ലോക്കപ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ GD ചാർജ് ഏറ്റെടുക്കുമ്പോൾ ആ പ്രതി ലോക്കപ്പിലുണ്ടായിരുന്നു. അപ്പോൾ CIയുടെ നിർദ്ദേശപ്രകാരം CI നിർദ്ദേശിച്ചില്ല, തലേ ദിവസത്തെ GDയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ആ പ്രതിയെ പോലീസുകാരുടെ കൂടെ പാസ്പോർട്ട് കൊടുത്ത് കോടതിയിലേക്ക് അയച്ചതാണ്, മറ്റൊരു പ്രതിയുടെ കൂടെ. വൈകുന്നേരം ഇവർ ഈ പ്രതിയെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് കണ്ടത്. തിരിച്ചു വരുന്നതെന്ന് ചോദിച്ചപ്പോൾ CI ഇദ്ദേഹത്തെ ഇവിടെ തന്നെ നിർത്താൻ പറയുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് CI എന്നെ വിളിച്ചിട്ട് ഈ പ്രതിയെ അയക്കാൻ നേരം വൈകി ഈ പ്രതിയെ തിരിച്ച് വണ്ടി കയറ്റി വിടാനാണ് പറയുന്നത്. അതും പത്തനംതിട്ട സ്റ്റാൻഡിൽ വിളിച്ച് ചോദിച്ച് വണ്ടി ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടൊക്കെ. അപ്പോൾ ഞാൻ വിളിച്ച് വണ്ടി ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അദ്ദേഹം പറഞ്ഞു വണ്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ 5:30 മണിയാകുമ്പോൾ ഇയാളെ ഇറക്കി വിടാനാണ് പറഞ്ഞത്. ഞാനത് ഇറക്കി വിട്ടില്ല. അദ്ദേഹം വന്നിട്ട് ഇറക്കി വിടേണ്ടി വന്നു.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു തെറ്റായ, അതായത് ക്രിമിനൽ കുറ്റമായിട്ടുള്ളൊരു നിർദ്ദേശം അദ്ദേഹം പറയും, അത് ഞാനത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടൊരു ഭയം ഉണ്ടാവും. അതുകൊണ്ടും പിന്നെ ഈ ഒരു വൈരാഗ്യം കൊണ്ടുള്ള തുടർ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ പറയുന്ന ഇപ്പോൾ സസ്പെൻഷന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ വെറുതെ ഒരു മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഈ പോലീസിലെ ഗുണ്ടകളായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കലി പോലും വളരെ സൗണ്ടായിരിക്കും. അപ്പോൾ അത് പുറത്ത് വരിക എന്നുള്ളത് ഇവരെല്ലാവരും ഭയപ്പെടുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ പലരും കൈക്കൂലിക്കാരും അഴിമതിക്കാരും ഈ ഗുണ്ടകളായിട്ടുള്ള ബന്ധം കൊണ്ടൊക്കെ നിന്ന് പോകുന്നു. അത് അവരെ വളരെ ബാധിക്കുന്നുള്ളതുകൊണ്ടായിരിക്കണം ഇത് ഇത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഇത്ര പെട്ടെന്ന് ഇവിടെ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ അണ്ടറിലെ ഡ്യൂട്ടികളിൽ എന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം എടുത്തത്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.